ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്നറിയാമോ ഭദ്രന്? ചാവുകുന്ന്. കുടികളുടെ നിറഭേദങ്ങളില്ലാതെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി ഈ പുറമ്പോക്ക് വീതം വെച്ചെടുത്തിരിക്കുക രക്തസാക്ഷികളെ ആവാഹിച്ച് കുടിയിരുത്താൻ. ഭദ്രൻ വെറുതെ ഒന്ന് കണക്കെടുത്ത് നോക്കണം. ഈ കൊലക്കേസിലെ പ്രതികളിൽ എത്ര പേർ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന്. ആത്മാഭിമാനമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പിന്നെ തലയുയർത്തി നിൽക്കാനാവില്ല. എനിക്കറിയാം സാർ. കഴിഞ്ഞ 15 വർഷമായിട്ട് ഇവിടുത്തെ ക്രൈം റേറ്റ് ഏകദേശം 80% കൂടിയിരിക്കുക. ജീവനറ്റ ശരീരത്തിൽ പുതപ്പിക്കാൻ പതാകകളോ സ്മരണയ്ക്കായി സ്മാരകങ്ങളോ കിട്ടാത്ത എത്രയോ സാധാരണക്കാർ വേറെയും. ഇന്നലെ മരിച്ച ഹെഡ് കോൺസ്റ്റബിൾ സുകുമാരൻ നായരെ പോലുള്ളവർ. ഭദ്രൻ വിശ്വസിക്കുന്നുണ്ടോ അതൊരു ആത്മഹത്യയാണെന്ന്? ഇല്ല സാർ, ഞാൻ മാത്രമല്ല, ആരും വിശ്വസിക്കുന്നില്ല. അതെ, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഒന്നും ആരും പുറത്തു പറയുന്നില്ല. ഭയം. മേടയിൽ ദേവരാജൻ എന്ന 5 സ്റ്റാർ ക്രിമിനലിന്റെ സംഹാര ശക്തിയെ ഭയമാണ് എല്ലാവർക്കും. ഭദ്രനറിയോ, ഞാൻ അയാളോട് നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലാണ്. കള്ളുനയം തിരുത്തുന്നത് ജനവഞ്ചനയാണെന്ന് ഉറക്കെ പറഞ്ഞതാ ഞാൻ ചെയ്ത മഹാപാതകം. തേ കണ്ടില്ലേ? എന്നെ സമൂഹത്തിൽ നിന്ന് പടിയടച്ച് പിണ്ടം വയ്ക്കണമെന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ എനിക്ക് ഊരുവിലക്ക് ഏർപ്പെടുത്തുമെന്ന്. ഞാനിപ്പോ ഭദ്രനെ വന്ന് കണ്ടത് എന്റെ ധാർമ്മിക പിന്തുണ തരാനാ. മറ്റുള്ളവർ തീണ്ടാപ്പാടകലെ നിന്ന് നോക്കിക്കാണുന്ന ദേവരാജന്റെ കറുത്ത സാമ്രാജ്യത്തിലേക്ക് കടന്നു കയറാൻ ഭദ്രൻ കാണിച്ച ചങ്കൂറ്റം എനിക്കതിനോട് ആദരവുണ്ട്. ഒരു MP-യുടെ പരിമിതമായ അധികാരത്തിന്റെ പിൻബലം എന്നും ഭദ്രനുണ്ടാവും. വാക്ക്. സാർ ഈ പറയുന്ന പോലെ ഞാൻ ചെയ്യുന്നൊരു മഹാകാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. വാങ്ങുന്ന ശമ്പളത്തിന് കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു അത്ര തന്നെ. പിന്നെ ഈ കക്ഷി രാഷ്ട്രീയത്തിന്റെ ബാലൻസ് ഷീറ്റിലൊന്നും എനിക്ക് ഒരു താല്പര്യമില്ല. ഇപ്പൊ എന്റെ മുമ്പിലുള്ളത് സുകുമാരൻ നായരുടെ മരണം. അതിന് ഉത്തരവാദികളായവരെ ഞാൻ കണ്ടെത്തിയിരിക്കും അറ്റ് എനി ഡാം കോസ്റ്റ്. അതിനൊരു MP-യുടെ സഹായം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ പിന്തുണ അങ്ങനെ പുച്ഛിച്ച് തള്ളണ്ട ഭദ്രൻ. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ് യു വിൽ നീഡ് മീ, നീഡ് മൈ പവർ. ഒരു ടിക്കറ്റ് ബാക്കി. താങ്ക് യു. മുത്തേ, പതുക്കെ പതുക്കെ വീഴല്ലേ. അച്ഛാ, ടിക്കറ്റ്. ബോട്ടിൽ ഇപ്പോൾ വരും. അക്കരയിൽ 1 മണിക്കാ ബസ്. എനിക്ക് ചിലത് പറയാനുണ്ട്. തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പലതവണ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാ. ഇപ്പോ ദാ കുറച്ചുകൂടെ തെളിച്ചു പറയുന്നു, അത്രേ ഉള്ളൂ. തൻ്റെ ഒരു കാര്യത്തിലും ഞാൻ ഇന്നുവരെ അനാവശ്യമായി ഇടപെട്ടിട്ടില്ല. ഞാൻ എന്നും എതിർത്തിട്ടുള്ളൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിച്ച് താൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലും ഞാൻ മറുത്തൊന്നും പറഞ്ഞിട്ടില്ല. ഓ ഇല്ല. പഠിപ്പ് കഴിഞ്ഞ് കോളേജിൽ നിന്ന് പുറത്തിറങ്ങിയ താൻ തിരഞ്ഞെടുത്തത് ഏതൊരു സാധാരണ ചെറുപ്പക്കാരന്റെ വഴിയാണ്. ജീവിക്കാനൊരു ജോലി, സ്വന്തമായൊരു കുടുംബം. വേണ്ട, മറുത്തൊന്നും പറയണ്ട. അതിനപ്പുറം വിലയൊന്നും തന്റെ ഈ ജോലിക്ക് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് താൻ ഗായത്രിക്ക് ഒരു വാക്ക് കൊടുത്തതാ, വെറുതെ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടില്ലാന്ന്. പക്ഷെ വന്നിറങ്ങിയതിന്റെ അന്ന് തന്നെ അത് തെറ്റി. അടിമുടി കറപ്റ്റായ ഒരു സിസ്റ്റത്തെ നന്നാക്കാൻ ഒരു ഉദ്യോഗസ്ഥനും ഒറ്റയ്ക്കാവില്ല. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കൂടെ നിൽക്കുന്നവർ കൈയൊഴിയും, അത് ഉറപ്പാ. എന്താ മോളൂ ഇത്? പറഞ്ഞിട്ട് പോണ്ടേ? പേടിച്ചു പോയല്ലോ അച്ഛൻ. ഒരിത്തിരി നേരെ ഇവളെ കാണാതായപ്പോ നെഞ്ചു കാളിയല്ലേ? ഇതേ കാളൽ എത്രയോ വർഷങ്ങളായി ഞാൻ കൊണ്ടു നടക്കുന്നു. ഒരു പ്രായത്തിൽ മകന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ അച്ഛനായിരിക്കും. ഒരുപക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവും, കാരണം താനും ഇന്നൊരു അച്ഛനാണ്.
മുത്തശ്ശി ഇനി എന്നാ വരിക? ഉടനെ വരാം. മുത്തിനെ കാണാതിരിക്കാൻ മുത്തശ്ശന് പറ്റുമോ? സമൂഹത്തെ മറന്ന് സ്വന്തം കുടുംബം മാത്രം നോക്കണമെന്ന് പറയുന്നത് ഒരു മിഡിൽ ക്ലാസ് സ്വാർത്ഥതയായിരിക്കാം. അതങ്ങ് ക്ഷമിച്ചേക്കുക. മുത്തശ്ശൻ പോയി വരാം മുത്തേ. എന്താ മോന്റെ പേര്? രവി. രവി. രവി ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 7-ല്. ഈ അങ്കിള് പറഞ്ഞു മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കുന്നു, ആണോ? മോൻ ഈ വരുന്ന 10-ാം തീയതി കോഴിക്കോട് നടക്കുന്ന ഇന്റർ സ്കൂൾ മാച്ച് കളിക്കാൻ പോകുന്നുണ്ടോ? ഉണ്ടോ? അതെന്താ? ഏയ്, മോന്റെ വിഷമം അങ്കിളിനറിയാം. ഇനി അങ്കിള് പറയുന്നത് മോൻ ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വലിയ കള്ളനെ പിടിക്കാൻ അങ്കിളിനെ സഹായിക്കാൻ നേറ്റതാ മോന്റെ അച്ഛൻ. പിന്നെ അങ്കിള് കേട്ടത് മോന്റെ അച്ഛന്റെ ആളുകൾ പറയുന്ന പോലെ മോന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്താന്ന് അങ്കിൾ വിശ്വസിക്കുന്നില്ല. മോനും അല്ലേ? എന്താ അന്ന് രാത്രി വീട്ടിൽ നടന്നതെന്ന് മോൻ അങ്കിളിനോട് പറയണം. മോന്റെ അച്ഛനെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടാൻ പാടില്ല. എന്ത് തന്നെയാണെങ്കിലും മോനി അങ്കിളിനോട് പറ. മോനോ ചേച്ചിക്കോ അമ്മയ്ക്കോ ഒരു കുഴപ്പം വരാതെ അങ്കിൾ നോക്കിക്കോളാം. ഞാനെല്ലാം പറയാം അങ്കിൾ. തക്കാളി മാത്രം കിട്ടിയില്ല, ബാക്കി നീ പറഞ്ഞതൊക്കെ വാങ്ങിയിട്ടുണ്ട്. മോനെന്തിയെ ഉറങ്ങിയോ? ഛേ, ഞാനിന്ന് നേരത്തെ വരാമെന്ന് പറഞ്ഞത് അവനുമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ. അടുത്ത ആഴ്ചയല്ലേ അവന്റെ മാച്ച്. നീ എന്തോന്നും മിണ്ടാത്തെ? നിനക്കെന്ത് പറ്റി? എന്ത് പറ്റി നിനക്ക്? എന്താന്ന് പറയ്. വരണം സുകുമാരൻ നായർ. ഇന്നെന്താ തിരിച്ചെത്താൻ വൈകിയോ? സ്റ്റേഷനിൽ അല്പം ജോലി തിരക്കുണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ആ പത്മനാഭൻ മാഷിന്റെ കേസ് സംബന്ധിച്ച ചില പേപ്പർ വർക്കും കൂടിയാലോചനയൊക്കെ ആയിട്ട്. എന്റെ 28 വർഷത്തെ സർവീസിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ അന്യായം പ്രവർത്തിച്ചിട്ടില്ല. അത് മുതലാളിക്കും അറിയാലോ. ഞാൻ ചെയ്തത് എന്തായാലും അതെന്റെ ജോലിയുടെ ഭാഗമാണ്. അതിന് വീട് കയറി ആക്രമിക്കാൻ ശ്രമിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകേ ഉള്ളൂ. ആ ഭദ്രന്റെ മുമ്പിൽ മൊഴി കൊടുക്കുന്നതിന് മുമ്പ് താൻ എന്നെ വന്ന് കണ്ടിരുന്നെങ്കിൽ തന്നെ ഞാൻ പർച്ചേസ് ചെയ്തേനെ. പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ടു പോയി. ഇനിയിപ്പൊ എന്താ ചെയ്യുക? സുമാന്റെ മകൾ എന്താ പേര്? ആ, ശാലിനി. പഠിക്കാൻ നല്ല മിഴിക്കല്ലേ? പിന്നെ കലാതിലകവും. എന്ത് ചെയ്യാം? നാളെ ഈ വീടിന്റെ പൂമുഖത്ത് തുന്നിക്കെട്ടിയ ശരീരത്തിൽ കോടി പുറപ്പെട്ട് കിടത്തുമ്പോ ഇവളെ പറ്റി പറയാൻ നാട്ടുകാർക്ക് എത്ര കഥകളുണ്ടാവും. മോൻ നന്നായിട്ട് ഫുട്ബോൾ കളിക്കല്ലേ?
സോണൽ ജൂനിയർ ടീമിലൊക്കെ ഉണ്ട്, എനിക്കറിയാം. മോനി വാ, ചോദിക്കട്ടെ. വാണ ഇനി ഒരിക്കലും കളിക്കളത്തിലിറങ്ങാൻ ഇവന്റെ ഈ കാലുകൾക്കായില്ലെങ്കിൽ കഷ്ടമല്ലേ സുകുമാരൻ നായരെ? ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ മുതലാളി. ദയവേത് എന്റെ മക്കളെ ഉപദ്രവിക്കരുത്. മുതലാളി പറയണ എന്തു വേണമെങ്കിലും ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. ഇവരൊന്നും ചെയ്യരുത്. തന്റെ മൊഴി ഭദ്രൻ രേഖപ്പെടുത്തിയ സ്ഥിതിക്ക് ഇനി എന്ത് എഴുതി തരും? ആ അശോക, ഞാൻ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്. ജില്ലാ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നും ഞാൻ 2 ലക്ഷം രൂപ വായ്പ എടുത്തിട്ടുണ്ട്. മുടക്കം വന്ന ഗഡുക്കൾ പലിശ സഹിതം 21,000 രൂപ ഉടനെ തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടികൾ ഉണ്ടാകും. ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ അനിയ ആത്മഹത്യ അല്ലാതെ വേണ്ട മുതലാളി, വേണ്ട. ആത്മഹത്യ അല്ലാതെ ഈ തുക അടയ്ക്കാൻ യാതൊരു നിർവാഹവും ഇല്ലാത്തതിനാൽ എന്റെ മുന്നിൽ ആത്മഹത്യ അല്ലാതെ എന്റെ മരണത്തിന് ഞാൻ മാത്രമാണ് ഉത്തരവാദി.